ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ഈ പ്രാവശ്യം നമുക്കറിയാം 3 ക്യാപ്റ്റന്മാരുണ്ട്. ആര്യൻ, നിവിൻ, അതുപോലെ തന്നെ അക്ബർ. അതുപോലെ തന്നെ അവർ തന്നെയാണ് കിച്ചണിലോട്ട് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരെടുത്ത ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് ഈ കിച്ചൺ ടീമിനകത്ത് ഇവരാകുക എന്നുള്ളത്. കാരണം ഇവർ ഇത്രയും ദിവസം വരെ ഉണ്ടാക്കി വെച്ചിരുന്ന ബിൽഡപ്പ്, ഇവർ ഇത്രയും ദിവസം വരെ ഉണ്ടാക്കിയിരുന്ന വഴക്കുകൾ, ഇവർ ഇത്രയും നാൾ വരെ മറ്റുള്ളവരുടെ മേത്ത് ചാരിയിരുന്ന പഴികൾ എല്ലാം ഇവർക്ക് റിട്ടേണായിട്ട് വരികയാണ്. ഒരു രീതിയിലും അവർക്ക് ആ കിച്ചനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തിന് ഫുഡ് കൊടുക്കാൻ പറ്റില്ല, അറേഞ്ച്മെൻ്റ് ഇല്ല. അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നേരത്തെ അനുമോളേക്ക ഏറ്റവും മോശപ്പെട്ട രീതിയിനകത്ത് പറഞ്ഞിരുന്ന ആൾക്കാർ ഇന്ന് അതിനേക്കാൾ മോശപ്പെട്ട വാക്കുകളാണ് അവർ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഫുഡിൻ്റെ കാര്യത്തിൽ നീ വേണമെങ്കിൽ കഴിച്ചിട്ട് തിന്നടാന്നൊക്കെ വരെയും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രമോ വന്നേക്കാണ്. നിവിൻ അനുമോള് ബെഡിൽ കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ട് കിടക്കുകയാണ്, ഉറങ്ങുകയല്ല. ആ സമയത്ത് നിവിൻ ഞാൻ ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിയിട്ട് എഴുന്നേക്കാൻ പറയുന്നുണ്ട്. അനുമോള് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ബെഡിലാണ് കിടക്കുന്നത്, എഴുന്നേക്കില്ലാതെ. നിവിൻ ആര്യനോട് പറഞ്ഞിട്ട് വെള്ളം എടുത്തുകൊണ്ട് ആര്യം പോയി വെള്ളം എടുത്തുകൊണ്ട് വരുമ്പോൾ ഗ്ലാസ്സിൽ നിന്ന് അനുമോളുടെ മേത്തോട്ട് വെള്ളം ഇറ്റിക്കുന്നത്. അനുമോൾ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മേത്തോട്ട് വെള്ളം ഇറ്റിക്കരുതെന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അവർ തമ്മിൽ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരോട് പിടിച്ച് ഫൈറ്റ് ആവുന്നുണ്ട്. അതിനുശേഷം അനു തൻ്റെ ബോട്ടിലെ വെള്ളം എടുത്ത് നിവിൻ്റെ മേത്തോട്ട് ഒഴിക്കുന്നുണ്ട്. ദെൻ പിന്നെ കാണുന്നത് നിവിൻ അടുക്കളയിൽ നിന്ന് സോസ് പാനിൽ വെള്ളം എടുത്തുകൊണ്ട് വരികയാണ്. അവന് പറയുന്നുണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഒഴുക്കിടാന്ന് പറയുമ്പോൾ അവൻ ഒഴിക്കുകയാണ് ബെഡിലോട്ട്. ശരിക്കും ഒരു രീതിയിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനോ സഹിക്കാനോ പറ്റാത്തൊരു കാര്യമാണ്. ഞാനിവിടെ അനുമോളെ കണ്ടസ്റ്റൻ്റ് നമുക്ക് മാറ്റാം. നമുക്കാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ നമ്മൾ പ്രതികരിക്കുക? നമ്മൾ എത്ര വലിയ ഗെയിം കളിക്കാനാണ് അതിൻ്റെ അകത്ത് പോയിരിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ ഏതൊരു മനുഷ്യനെയും ഇറിറ്റേറ്റ് ചെയ്യുന്ന അങ്ങേറ്റം കയറി ഇറിറ്റേറ്റ് ചെയ്യുന്ന ഈ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ കപ്പും വേണ്ട ഒരു കൊപ്പും വേണ്ട എന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രതികരിക്കുമല്ലേ? സത്യമായിട്ടും ഞാൻ എന്നെ തന്നെ ആലോചിച്ചു കേട്ടോ. ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത്. ഇവിടെ എന്താണ് അനുവാദത്ത് ചെയ്യാൻ പോകണമെന്ന് നമുക്കറിയില്ല, എന്തായിരിക്കും ഇതിൻ്റെ ഭവിഷ്യത്തും നമുക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു പ്രമോയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിവിൻ കാട്ടിക്കൂട്ടുന്നത് ഭയങ്കര ഓവറാണ്. നിവിൻ്റെ യഥാർത്ഥ ക്യാരക്ടർ ശരിക്കും പുറത്തോട്ട് വരികയാണ്. ഈ ഒരു വീക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ടും ഈ 3 പേരും അക്ബർ, ആര്യൻ, അതുപോലെ തന്നെ നിവിൻ, ഈ 3 പേരും നെഗറ്റീവിലോട്ട് വീഴാനുള്ള എല്ലാ ചാൻസും ഇനിയുമുണ്ട്. ഇപ്പോൾ ഏകദേശം നിവിൻ വീണിരിക്കുകയാണ്, അക്ബറും വീണിട്ടുണ്ട്, ആര്യനാണ് അവിടെ നിന്ന് സ്റ്റാൻഡ് ഉറപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വീക്ക് അവസാനിക്കുമ്പോഴേക്കും ഇവരെല്ലാവരും നെഗറ്റീവ്സിലോട്ട് വീഴാനുള്ള എല്ലാ ചാൻസും ഇവർ തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. ഇതിൻ്റെ പേരിൽ നിവിനെ പുറത്താക്കോ എന്നൊന്നും അറിയില്ല, പുറത്താക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ വീണ്ടും പറയാട്ടോ, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് നിവിൻ്റെ ഈ ക്യാരക്ടർ ഇങ്ങനെ കാണിക്കുന്നതിലൂടെ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.